നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പ് നോക്കൌട്ട് സ്റ്റേജിലേക്ക് എത്തിയിരിക്കുകയാണല്ലോ. റൗണ്ട് ഓഫ് 16 സ്റ്റേജ്. ഗ്രൂപ്പ് ഘട്ടത്തിൽ ഇപ്പം കുറേ ടീമുകൾ പുറത്തായി. ഇനി 16 ടീമുകളാണ് ബാക്കി. ഈ 16 ടീമുകളിൽ ഏറ്റവും അധികം കിരീട സാധ്യത ഇപ്പോൾ ആർക്കാണ്? നമ്മളത് പരിശോധിക്കുകയാണ്. goal.com പ്രസിദ്ധീകരിച്ചിരിക്കുന്ന ഏറ്റവും പുതിയ പവർ റാങ്കിങ്. അതനുസരിച്ച് ഏറ്റവും കുറഞ്ഞ സാധ്യത 16ാം സ്ഥാനത്ത് അവർ കൊടുക്കുന്നത് അൽ ഹിലാലിനെയാണ്. അൽ ഹിലാല് നമുക്കറിയാം റയൽ മാഡ്രിഡിന്റെ ഗ്രൂപ്പിൽ നിന്നാണ് മുന്നോട്ടേക്ക് വന്നത്. പക്ഷേ പ്രീ ക്വാർട്ടറിൽ അവരുടെ എതിരാളികൾ മാഞ്ചസ്റ്റർ സിറ്റിയാണ്. നിലവിൽ മിന്നും ഫോമിൽ നിൽക്കുന്ന സിറ്റിയെ അൽ ഹിലാല് മറികടക്കാനുള്ള സാധ്യത കുറവാണ്. അതുകൊണ്ട് തന്നെയാണ് അവർക്ക് ഏറ്റവും കുറഞ്ഞ ഒരു റാങ്കിങ് കൊടുത്തിരിക്കുന്നത്. 15ാം സ്ഥാനത്ത് ഇന്റർ മയാമിയാണ്. ഇന്റർ മയാമി നമുക്കറിയാം ഗ്രൂപ്പ് എയിൽ നിന്ന് പാൽമിറാസും ഇന്റർ മയാമിയുമാണ് മുന്നോട്ടേക്ക് കടന്നത്. ഇന്റർ മയാമിയുടെ റൗണ്ട് ഓഫ് 16 എതിരാളികൾ യൂറോപ്യൻ ചാമ്പ്യന്മാരായിട്ടുള്ള PSG ആണ്. PSG മറികടക്കാൻ ലിയോ മെസ്സിയുടെ സംഘത്തിനാവുമോ എന്നുള്ളത് കണ്ടറിയണം. അവർക്ക് ഇപ്പോൾ 15ാം സ്ഥാനം കൊടുക്കുമ്പോൾ 14ാം സ്ഥാനത്ത് മോണ്ടറിയാണ്. മോണ്ടറി, യെസ്, സെർജിയോ റാമോസിന്റെ ക്ലബായ മെക്സിക്കൻ ക്ലബായ മോണ്ടറിയാണ് ആ സ്ഥാനത്ത് വരുന്നത്. മോണ്ടറിയെ സംബന്ധിച്ചിടത്തോളം ബൊറൂസിയ ഡോർട്ട്മുണ്ടാണ് അവരുടെ റൗണ്ട് ഓഫ് 16 എതിരാളികൾ. മുന്നോട്ട് കടക്കാനുള്ള സാധ്യത കുറവാണെങ്കിലും ആരാധകർ പ്രതീക്ഷ വെക്കുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. 13ാം സ്ഥാനത്ത് തിയാഗോ സിൽവയുടെ ഫ്ലുമിനൻസ് ആണ്. ഫ്ലുമിനൻസിനെ സംബന്ധിച്ചിടത്തോളം ഫെർണാണ്ടോ ഡെനിസ് അവരുടെ കോച്ചായിരുന്ന ഘട്ടത്തിലുള്ള ആ മികവൊന്നും ഇപ്പോഴില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എങ്കിലും ഇന്റർ മിലാനെതിരെ അവർ പൊരുതുമെന്ന് തന്നെ കരുതാം. മുന്നോട്ട് പോകാനുള്ള സാധ്യത കുറവാണ് എന്നതാണ് യാഥാർത്ഥ്യം. 12ാം സ്ഥാനത്ത് യുവന്റസ് ആണ്. റയൽ മാഡ്രിഡിൽ നിന്ന് കണക്കിന് കിട്ടിയിട്ടുണ്ടെങ്കിൽ പോലും അവരിൽ പ്രതീക്ഷ വെക്കുകയാണ്. ഇപ്പോൾ ആരാധകര് യുവന്റസിന്റെ എതിരാളികൾ റയൽ മാഡ്രിഡ് ആണ്. റൗണ്ട് ഓഫ് 16 കാര്യങ്ങൾ ഒട്ടും എളുപ്പമാവില്ല എന്നർത്ഥം. അതുകൊണ്ട് തന്നെ അവർക്ക് 12ാം സ്ഥാനമേ കൊടുക്കുന്നുള്ളൂ. 11ാം സ്ഥാനത്ത് ബെൻഫിക്ക, ആംഗേൽ ഡി മരിയയുടെ ബെൻഫിക്ക. ബെൻഫിക്കയെ സംബന്ധിച്ചിടത്തോളം അവരുടെ എതിരാളികളായിട്ട് വരുന്നത് ചെൽസിയാണ്. എന്തായാലും വലിയൊരു സാധ്യത ബെൻഫിക്കക്ക് കൽപ്പിക്കുന്നില്ലെങ്കിലും നല്ലൊരു പോരാട്ടം എല്ലാവരും പ്രതീക്ഷിക്കുന്നുണ്ട്. 10ാം സ്ഥാനത്ത് ബൊറൂസിയ ഡോർട്ട്മുണ്ടാണ്. ബൊറൂസിയ ഡോർട്ട്മുണ്ടിന്റെ എതിരാളികളായിട്ട് വരുന്ന മോണ്ടറിയാണ്. റൗണ്ട് ഓഫ് 16 കടന്ന് അവർ ക്വാർട്ടർ ഫൈനലിലേക്ക് കടക്കുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് എന്തായാലും ആരാധകരുള്ളത്. 9ാം സ്ഥാനത്ത് ഫ്ലമിംഗോ, ബ്രസീലിയൻ ക്ലബ്ബ് ഫ്ലമിംഗോ. മികച്ച പ്രകടനമാണ് അവർ ഗ്രൂപ്പ് സ്റ്റേജിൽ നടത്തിയിട്ടുള്ളത്. മുന്നോട്ട് പോകാനുള്ള സാധ്യത പലരും കണക്കാക്കുന്നുണ്ടെങ്കിലും എതിരാളികൾ ബയൺ മ്യൂണിക്കാണ് റൗണ്ട് ഓഫ് 16 എന്ന കാര്യം ഓർക്കുക. ഒട്ടും എളുപ്പമല്ല അവർക്ക് ആ പോരാട്ടം എന്നതാണ് യാഥാർത്ഥ്യമെങ്കിലും മികച്ചൊരു പ്രകടനം ഫ്ലമിംഗോ നടത്തും എന്ന കാര്യം ഉറപ്പാണ്. 8ാം സ്ഥാനത്ത് മറ്റൊരു ബ്രസീലിയൻ ക്ലബ്ബായിട്ടുള്ള പാൽമിറാസ് ആണ്. പാൽമിറാസിനെ സംബന്ധിച്ചിടത്തോളം അവര് ലിയോ മെസ്സിയുടെ ഗ്രൂപ്പിൽ നിന്ന്, അതായത് ഇന്റർ മയാമിയുടെ ഗ്രൂപ്പിൽ നിന്ന് 1ാം സ്ഥാനവും കൊണ്ടാണ് മുന്നോട്ടേക്ക് കടന്നത്. പക്ഷെ അവരുടെ എതിരാളികളായിട്ട് വരുന്നത് സഹ ബ്രസീലിയൻ ക്ലബ്ബായിട്ടുള്ള ബൂട്ടഫാഗോയാണ്. ബൂട്ടഫാഗോ ആവട്ടെ PSG വീഴ്ത്തിക്കൊണ്ടൊക്കെ മികച്ച ഫോമിൽ നിൽക്കുന്ന ഒരു ഘട്ടമാണ്. ഒരു ബ്രസീലിയൻ ക്ലബ്ബ് റൗണ്ട് ഓഫ് 16 കടന്ന് ക്വാർട്ടർ ഫൈനലിലേക്ക് എത്തുമെന്ന് ഉറപ്പാണ്. അത് പാൽമിറാസ് ആവുമോ എന്നുള്ളത് കണ്ടറിയണം. ഇന്റർ മിലാനാണ് 7ാം സ്ഥാനത്ത്. ഇന്ററിനെ സംബന്ധിച്ചിടത്തോളം യുവേഫ ചാമ്പ്യൻസ് ലീഗിലെ റണ്ണേഴ്സ് അപ്പ് ആണ്. പക്ഷെ അതേ മികവ് അവർക്ക് ഇപ്പൊ തുടരാൻ പറ്റുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യമാണ്. ഇനി അവരുടെ റൗണ്ട് ഓഫ് 16 എതിരാളികൾ ഫ്ലുമിനൻസ് ആണ്. മറ്റൊരു ബ്രസീലിയൻ ക്ലബിനെതിരെ അവർ കളിക്കാൻ ഇറങ്ങുന്നു. കൂടുതൽ സാധ്യത ആ കളിയിൽ അവർക്ക് കണക്കാക്കുന്നുണ്ടെങ്കിലും കിരീട സാധ്യതയിൽ അത്രയധികമൊന്നും അവർ മുന്നിലല്ല എന്നതാണ് യാഥാർത്ഥ്യം. 6ാം സ്ഥാനത്ത് ചെൽസിയെ സംബന്ധിച്ചിടത്തോളം റൗണ്ട് ഓഫ് 16 എതിരാളികളായിട്ട് വരുന്നത് ബെൻഫിക്കയാണ്. ടീം മുന്നോട്ട് പോകുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ആരാധകരുള്ളത്. 5ാം സ്ഥാനത്താണ് ബൂട്ടഫാഗോയുടെ ഒരു പ്രകടനം തീർച്ചയായിട്ടും എല്ലാവരെയും ഞെട്ടിച്ചൊന്നാണ്. PSG വീഴ്ത്തിക്കൊണ്ടൊക്കെയാണ് ഗ്രൂപ്പ് സ്റ്റേജിൽ അവർ തങ്ങളുടെ മികവ് കാണിച്ചിട്ടുള്ളത്. റൗണ്ട് ഓഫ് 16 എതിരാളികൾ പാൽമിറാസ് ആണ്. പാൽമിറാസിനെ അവർ മറികടക്കുമെന്ന പ്രതീക്ഷ ആരാധകർക്കുണ്ട്. 4ാം സ്ഥാനത്ത് ബയൺ മ്യൂണിക്ക്. ബയണ് പിന്നെ എല്ലാ ടൂർണമെന്റുകളിലും അവർ ഫേവറേറ്റുകളായിട്ട് എണ്ണുന്ന ഒരു ടീമാണ്. ഫ്ലെമിംഗോയാണ് റൗണ്ട് ഓഫ് 16 എതിരാളികൾ. ബയൺ മുന്നോട്ട് കടക്കും എന്ന് തന്നെയാണ് പൊതുവെയുള്ള പ്രതീക്ഷ. കിരീട സാധ്യതയിൽ അവർക്ക് 4ാം സ്ഥാനം കൊടുക്കുമ്പോൾ 3ാം സ്ഥാനത്ത് റയൽ മാഡ്രിഡ് ആണ്. സാബി അലോൺസോയുടെ കീഴിലെ ടീം താളം കണ്ടെത്തിക്കഴിഞ്ഞു എന്നുള്ളതാണ് RB സാൽസ്ബർഗിനെതിരെയുള്ള അവരുടെ വിജയം സൂചിപ്പിക്കുന്നത്. എന്തായാലും യുവന്റസിനെതിരെയാണ് റൗണ്ട് ഓഫ് 16 പോരാട്ടം. ടീം മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് പൊതുവെ എല്ലാവരും വിലയിരുത്തുന്നത്. 2ാം സ്ഥാനത്ത് കിരീട സാധ്യതയിൽ 2ാം സ്ഥാനത്ത് പാരീസ് സെന്റ് ജർമ്മൻ ആണ്. ഒരു ഘട്ടത്തിൽ 1ാം സ്ഥാനത്ത് പലരും പ്രതിഷ്ഠിച്ച ടീമാണ്. പക്ഷെ ഗ്രൂപ്പ് ഘട്ടത്തിൽ ബൂട്ടഫാഗയിൽ നിന്ന് നേരിട്ടുള്ള ഷോക്ക് അവർക്ക് വലിയ ഒരു വേക്കപ്പ് കോളായിരുന്നു. എന്തായാലും മികച്ച പ്രകടനം അവർ നടത്തുമെന്ന പ്രതീക്ഷയിലാണ് എല്ലാവരും ഉള്ളത്. ഇന്റർ മയാമിയാണ്
റൗണ്ട് ഓഫ് 16 എതിരാളികൾ മെസ്സിയുടെ മാജിക്കൽ പെർഫോമൻസിൽ മയാമി അങ്ങ് കുതിച്ച് കയറിയില്ലെങ്കിൽ PSG എന്തായാലും റൗണ്ട് ഓഫ് 16 കടക്കും, ക്വാർട്ടർ ഫൈനലിലും കടക്കും, സെമി ഫൈനലിലും കടക്കും, ഫൈനലിൽ കപ്പ് ഉയർത്തും എന്ന് പ്രതീക്ഷിക്കുന്നവരാണ് ഫ്രഞ്ച് ഫുട്ബോളിന്റെ ആരാധകർ. അതുകൊണ്ട് തന്നെ 2ാം സ്ഥാനമാണ് അവർ കൊടുക്കുന്നത്. 1ാം സ്ഥാനത്ത് മാഞ്ചസ്റ്റർ സിറ്റി. ഈ ഒരു ഗ്രൂപ്പ് സ്റ്റേജ് ഘട്ടത്തിൽ ഏറ്റവും മികച്ച പെർഫോമൻസ് നടത്തിയ ടീം ഏതാണെന്ന് ചോദിച്ചാൽ അത് മാഞ്ചസ്റ്റർ സിറ്റിയാണ്. ഒറ്റ കളിയും തോൽക്കാതെയാണ് അവർ റൗണ്ട് ഓഫ് 16 കുതിച്ചെത്തിയിരിക്കുന്നത്. അൽ ഹിലാലാണ് അവരുടെ റൗണ്ട് ഓഫ് 16 എതിരാളികൾ. അവിടെ നിന്ന് അവർ മുന്നോട്ട് പോകും, കിരീടത്തിലേക്ക് എത്തും എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്ന മിന്നും ഫോമിലാണ് പെപ്പിന്റെ ടീമുള്ളത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ goal.comന്റെ ഈ പവർ റാങ്കിൽ 1ാം സ്ഥാനത്ത് മാഞ്ചസ്റ്റർ സിറ്റിയാണ്. ഏറ്റവും അധികം കിരീട സാധ്യത കണക്കാക്കുന്നത് സിറ്റിക്ക്. നമ്മളൊന്ന് വളരെ പെട്ടെന്ന് ആദ്യത്തെ കുറച്ച് പവർ റാങ്കിങ് സ്ഥാനങ്ങൾ പറഞ്ഞാൽ 1 സിറ്റി, 2 PSG, 3 റയൽ മാഡ്രിഡ്, 4 ബയേൺ മ്യൂണിക്ക്, 5 ബൂട്ടഫാഗോ, 6 ചെൽസി, 7 ഇന്റർ മിലാൻ, 8 പാൽമിറാസ്, 9 ഫ്ലെമിംഗോ, 10 ബൊറൂസിയ ഡോട്ട്മുണ്ട്. നിങ്ങൾക്ക് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉണ്ടാവും, കമന്റ് ബോക്സ് രേഖപ്പെടുത്തുക. ആരോഗ്യകരമായ ഫുട്ബോൾ ചർച്ചകളുമായി നമുക്ക് വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീഡിയോ